നമ്മൾ തത്വചിന്തയെക്കുറിച്ചുള്ള ഒരു സീരീസാണ് ആരംഭിക്കാൻ പോകുന്നത്. ആധുനിക തത്വചിന്തയുടെ വ്യത്യസ്തങ്ങളായ ചിന്തകരെക്കുറിച്ച്, അതിൽ രൂപപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ചിന്തകളെക്കുറിച്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക തത്വചിന്തയുടെ കഥ, അതാണ് ഈ ഒരു സീരീസ്. ആദ്യം തന്നെ എന്താണ് തത്വചിന്ത എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് തത്വചിന്ത? തത്വചിന്തയുടെ ഫിലോസഫി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ വാക്യാർത്ഥം ലവ് ഓഫ് വിസ്ഡം എന്നാണ്. വിവേകത്തോടുള്ള, വിസ്ഡത്തോടുള്ള സ്നേഹം, ലവ് ഓഫ് വിസ്ഡം. അപ്പോൾ അതാണ് അതിൻ്റെ വാക്യാർത്ഥം. ഇനി അതിനപ്പുറം എന്താണ് തത്വചിന്ത, എന്താണ് തത്വചിന്ത കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് അന്വേഷിച്ചാൽ അതൊരു കോംപ്രഹെൻസീവ് ടൈപ്പ് ഓഫ് ഇൻക്വയറി ആണ് എന്ന് നമുക്ക് പറയാം. സമ്പൂർണമായ, പൊതുവായ, സമ്പൂർണമായ നിലയിൽ ഒരു വിഷയത്തെക്കുറിച്ച് നടത്തുന്ന ഇൻക്വയറി. ഇൻക്വയറി എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്താണ് പറയുക? ഇൻക്വയറി എന്നാൽ സത്യത്തെ, യാഥാർത്ഥ്യത്തെ കണ്ടെത്താനുള്ള അന്വേഷണം എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം? അത് എന്തുകൊണ്ടാണ് അത് സത്യമാകുന്നത്? എങ്ങനെയാണ് നമുക്കത് സത്യമാണ് എന്ന കാര്യം ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുക എന്നതൊക്കെയാണ് ഇൻക്വയറി, അന്വേഷണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാം പറഞ്ഞത് തത്വചിന്ത എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് ഓഫ് ഇൻക്വയറിയാണ്. ഒന്നിനെ സമ്പൂർണമായ നിലയിൽ, അതിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങളല്ല, സമ്പൂർണമായ നിലയിൽ ഒരു വസ്തുതകളെ കുറിച്ച് അന്വേഷിക്കുന്ന രീതിക്കാണ് നാം തത്വചിന്ത, ഫിലോസഫി എന്ന് പറയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ക്യാൻസർ എന്നൊരു രോഗത്തിന് വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന അന്വേഷണം, അതൊരു തത്വചിന്താപരമായ സബ്ജക്റ്റ് അല്ല. നമുക്കതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നറിയാം, അല്ലേ? ക്യാൻസറിന് വേണ്ടി മരുന്ന് കണ്ടുപിടിക്കുക, അന്വേഷണം നടത്തുക, അതിനുവേണ്ടി ഗവേഷണങ്ങൾ നടത്തുക എന്നതൊക്കെ വളരെ പരമപ്രധാനമായൊരു വിഷയമാണ്. അതൊരു ശാസ്ത്രീയ വിഷയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരിക്കലും ഒരു തത്വചിന്തയുടെ വിഷയമല്ല. എന്നാൽ എന്താണ് ആരോഗ്യം എന്നൊരാൾ ആരായുകയാണെങ്കിൽ ആ ആരോഗ്യത്തിനെ പൊതുവായ തലത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കോംപ്രഹെൻസീവായ നിലയിൽ, അല്ലെ, സമ്പൂർണമായ നിലയിൽ നാം ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ അവിടെ നമുക്ക് തത്വചിന്ത എന്ന, അല്ലെങ്കിൽ തത്വചിന്തയുടെ സഹായം ആവശ്യമാണ് ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട്, അല്ലേ? ആ തത്വചിന്ത വരുന്നത് അവിടെയാണ്. കാരണം അത് ഒരുപാട് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ഒരുപാട് സമ്പൂർണമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ചില സവിശേഷമായ രീതിശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് എന്താണ് ആരോഗ്യം എന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ അർത്ഥത്തിലാണ് തത്വചിന്ത പ്രയോജനപ്പെടുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന, നാം മുൻധാരണയോടെ പറയുന്ന പല കാര്യങ്ങളിലും നാം അറിയാതെ തന്നെ ആധുനികമായ തത്വചിന്തകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. നാം അത് തിരിച്ചറിയുന്നില്ല. നാം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെ, നാം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇൻഡിവിജ്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നാം നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നാം നൈതികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ തത്വചിന്തയുടേതായിട്ടുള്ള ഘടകങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. കാരണം അവയൊന്നും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ശാസ്ത്രീയമായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആധുനിക തത്വചിന്തയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സംവദിക്കുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് കൈവരികയുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഈ ആശയങ്ങൾ, നാം ചിന്തിക്കുന്ന, സംവദിക്കുന്ന, വിശ്വസിക്കുന്ന ഇത്തരം ആശയങ്ങൾ രൂപപ്പെട്ടത് എന്നത് മനസ്സിലാക്കാൻ കൂടി നമുക്ക് ആധുനിക തത്വചിന്തയുടെ ചരിത്രം പഠിക്കുക വഴി സാധ്യമാകും എന്നതാണ് പ്രധാനം. തത്വചിന്തയിൽ നാം ഈ ഒരു ചരിത്രം പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് തത്വചിന്തയുടെ കാര്യത്തിൽ നാം കൈകാര്യം ചെയ്യുക: എപ്പിസ്റ്റമോളജി, മെറ്റഫിസിക്സ്. ഇതൊരു തത്വചിന്താപരമായ ടേംസാണ്, വളരെ സങ്കീർണമായ വിഷയങ്ങളൊന്നുമല്ല. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അത് അറിവിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. എന്താണ് അറിവ്, എങ്ങനെയാണ് അറിവ് രൂപപ്പെടുന്നത്, അല്ലെ, എങ്ങനെയാണ് ഒരു അറിവാകുന്നത്? അത് കേവലമായ ഡാറ്റയ്ക്കപ്പുറം അറിവ്, നോളജ് ആവുന്നത് എങ്ങനെ എന്നതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അത് അന്വേഷിക്കുന്ന മേഖലയാണ്
എപ്പിസ്റ്റമോളജി എന്ന് പറയുക. മറ്റൊന്ന് മെറ്റാഫിസിക്സ് ആണ്. മെറ്റാഫിസിക്സ് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം, വാട്ട് ഈസ് റിയൽ, അല്ലെങ്കിൽ നാം ഒരു നേരത്തെ പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ആരോഗ്യം, അല്ലെ അത് മനസ്സിൻ്റെ ആരോഗ്യമാണോ ശരീരത്തിൻ്റെ ആരോഗ്യമാണോ, ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ നാം ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്കുണ്ടാവും, അല്ലേ? അത് ആധുനിക കാലത്തൊരു പക്ഷേ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്ന് രൂപപ്പെടുന്നതാവാം. അതിനപ്പുറം മെറ്റീരിയലിസം തന്നെ പദാർത്ഥപരമാണോ അതിനപ്പുറമുള്ള വസ്തുതകളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള നിരവധിയായ സങ്കീർണമായ അടിസ്ഥാനങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാവാം. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം, എങ്ങനെയാണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് മെറ്റാഫിസിക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നാം പ്രധാനമായിട്ട് ഈ ഒരു സീരീസിൽ പരിശോധിക്കുക. എന്ന് വെച്ചാൽ എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, ഈ രണ്ട് അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആധുനിക ചിന്തകരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെക്കുറിച്ച്, അവർ രൂപപ്പെടുത്തിയ ആശയങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യം, എന്താണ് ഈ ആധുനിക തത്വചിന്ത? നാം ഇതുവരെ പറഞ്ഞത് തത്വചിന്ത എന്ന സമ്പർക്കത്തെക്കുറിച്ചാണ്. ഫിലോസഫി എന്താണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? കോംപ്രിഹെൻസീവ് ടൈപ്പ് ഓഫ് ഇൻക്വയറിയാണ് ഫിലോസഫി എന്ന് നാം പറഞ്ഞു. എന്നാൽ എന്താണ് ആധുനിക തത്വചിന്ത? വാട്ട് ഈസ് ദിസ് മോഡേൺ എന്നുള്ളൊരു ടേം നമ്മൾ അതിൻ്റെ മുമ്പിലായിട്ട് ആഡ് ചെയ്യല്ലേ, മോഡേൺ ഫിലോസഫി. അപ്പോൾ എന്താണ് അതിൽ ഈ മോഡേൺ ഫിലോസഫി എന്നത് തീർച്ചയായിട്ടും നാം ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ രൂപപ്പെട്ടു വന്ന തത്വചിന്തകരെയാണ് ഈ ഒരു സീരീസിൽ നാം പരിചയപ്പെടുന്നത്. അപ്പോൾ അതാണ് മോഡേൺ ആയിട്ടുള്ള ആധുനിക കാലത്ത് രൂപപ്പെട്ട തത്വചിന്ത എന്ന അർത്ഥത്തിലാണ് ഈ ഒരു പദം വരുന്നത്. അതിനപ്പുറം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള തത്വചിന്ത രൂപപ്പെട്ടു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആധുനിക തത്വചിന്ത, ഒരുപക്ഷെ 17-ാം നൂറ്റാണ്ടിന് ശേഷം ആധുനികം എന്ന് വിളിക്കുന്ന ഈ ഒരു തത്വചിന്ത രൂപപ്പെട്ടു എന്നത് പ്രധാനമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ അതാണ് പ്രധാനമായിട്ടും നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആധുനിക പൂർവ്വകാലത്ത്, അതായത് മധ്യകാലഘട്ടത്തിലോ അതിന് മുമ്പോ ഒക്കെ എല്ലാ സമൂഹങ്ങളിലും തത്വചിന്തകളുണ്ടായിരുന്നു. പല രീതിയിൽ ഫിലോസഫിയുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതെ മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ഒരു മെറ്റഫിസിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഫിലോസഫി, പക്ഷേ നമ്മൾ ആധുനിക പൂർവ്വകാലത്തിന് മുമ്പ് നമ്മൾ ഈ സവിശേഷമായ യൂറോപ്യൻ ചരിത്രമാണ് എടുക്കുന്നത് ആധുനിക ഫിലോസഫിയുടെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ആധുനിക പൂർവ്വകാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശത്ത് നിലനിന്നിരുന്ന തത്വചിന്ത എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ there was no distinction between science and philosophy, അല്ലെ? ഫിലോസഫി എന്നോ ശാസ്ത്രമെന്നോ ഇന്ന് നാം പറയുന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് അന്ന് നിലനിന്നിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നാച്ചുറൽ ഫിലോസഫി എന്ന ഒന്നിൻ്റെ കീഴിൽ തന്നെയാണ് ഈ പറയുന്ന സയൻസ്, ശാസ്ത്രീയമായ വിജ്ഞാനീയങ്ങൾ അന്വേഷിച്ചിരുന്നത്. തത്വചിന്താപരമായ കാര്യങ്ങൾ ഫിലോസഫിയുടെ കീഴിൽ തന്നെയാണ് വന്നിരുന്നത്. ഈവൻ ഫിലോസഫിയുടെ കീഴിൽ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങളെ നാച്ചുറൽ ഫിലോസഫി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ അന്ന് ഈ 17-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ഈ യൂറോപ്യൻ പ്രദേശങ്ങളിൽ ഈ ഒരു തത്വചിന്തയ്ക്ക് പറയപ്പെട്ടിരുന്ന ഒരു പേരാണ് സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് യൂറോപ്യൻ ചർച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളുടെ നേതാക്കന്മാർ അവിടെയാണ് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ നിന്ന് വന്നവർ എന്നുള്ളതാണ് സ്കൊളാസ്റ്റിക് എന്ന പദം അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഫിലോസഫി നിലനിന്നിരുന്നത്. പക്ഷേ ആ ഫിലോസഫിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗ്രീക്ക് കാലഘട്ടം വരെ പോകേണ്ടി വരും. കാരണം അരിസ്റ്റോട്ടിലിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു തത്വചിന്തയുണ്ട്. അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയും അതേപോലെ ടോളമിയുടെ പ്രകൃതി ശാസ്ത്രവും, അല്ലെ, കോസ്മോളജിയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മാതൃകകളുമൊക്കെയാണ് പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നത്. പിന്നെ അരിസ്റ്റോട്ടിലിൻ്റെ തത്വചിന്ത തന്നെ മുസ്ലിം ലോകത്തോടെയാണ് ലാറ്റിൻ ലോകത്ത് എത്തിച്ചേർന്നത് എന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച്, അതായത് ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്
അതിനെക്കുറിച്ചുള്ള ഒരു മുസ്ലിം പരിവേക്ഷത്തിലൂടെയുള്ള വായനകളെക്കുറിച്ച്, എങ്ങനെയാണ് ശാസ്ത്രീയ വിപ്ലവം സംഭവിച്ചത്, എങ്ങനെയാണ് ഗ്രീക്ക് തത്വചിന്ത മാറ്റങ്ങൾക്ക് വിധേയമായത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ വിപ്ലവം, മുസ്ലിം റീഡർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ പുസ്തകം റെഫർ ചെയ്യാം, വാങ്ങിക്കാം, വായിക്കാം. അതായത് ആ ഒരു ചരിത്രം എങ്ങനെയാണ് ഗ്രീക്ക് തത്വചിന്ത മുസ്ലിം ലോകത്തെത്തുകയും അവിടെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പിന്നീട് ലാറ്റിൻ ലോകത്തിൽ എത്തിച്ചേരുകയും ചെയ്തത് എന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ വ്യക്തമായി വിശദമായി ഞാൻ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, അതായത് മുസ്ലിം ലോകത്തും ലാറ്റിൻ ലോകത്തും തത്വചിന്ത സ്വീകരിക്കപ്പെട്ട വിധത്തിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും അതിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ആ പുസ്തകം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ നമ്മുടെ വിഷയം അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ ആണ് ഒരർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ ലോകത്ത് വരികയും ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അരിസ്റ്റോട്ടിലിയൻ ആശയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ സ്കോളാസ്റ്റിക് പണ്ഡിതനാണ് ഇതിന് വലിയ പങ്ക് വഹിച്ചത്. അദ്ദേഹം ക്രിസ്ത്യൻ ദൈവശാസ്ത്രവും അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയും അതോടൊപ്പം ടോളമിയുടെ കോസ്മോളജിയും സിന്തസൈസ് ചെയ്തുകൊണ്ട് സവിശേഷമായ ഒരു തത്വചിന്ത മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് വലിയ രീതിയിൽ, അതായത് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ തീരുകയുണ്ടായി. പിന്നീട് ക്രൈസ്തവ ചർച്ചും ശാസ്ത്രജ്ഞന്മാരും തമ്മിലുണ്ടായ ഒരുപാട് സംഘർഷങ്ങളുടെയൊക്കെ അടിസ്ഥാന ഹേതുവായി തീർന്നത് ഒരുപക്ഷെ ഈ സിന്തസിസ് തന്നെയാണ്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഈ ഒരു വിശ്വാസങ്ങളെ സവിശേഷമായി ക്രിസ്തീയവൽക്കരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കുക വഴിയാണ് അത്തരത്തിലുള്ള പല സംഘർഷങ്ങളും രൂപപ്പെട്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് അതിൽ നിന്നൊക്കെ മാറി നമുക്ക് അരിസ്റ്റോട്ടിലേക്ക് വരാം. കാരണം ഈ ഒരു ആധുനിക തത്വചിന്ത മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് 17-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെയുള്ള അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയുടെ പൊതുവായ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഭാവ സവിശേഷതകൾ ശാസ്ത്രീയ വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലയളവിൽ നമുക്കറിയാം 16, 17, 18-ാം നൂറ്റാണ്ടുകളിൽ സംഭവിച്ച വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് ശാസ്ത്രീയ വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ശാസ്ത്രീയ വിപ്ലവം വഴി എങ്ങനെയാണ് ഈ ഒരു അരിസ്റ്റോട്ടിലിയൻ ലോകവീക്ഷണം വലിയ വെല്ലുവിളികൾ നേരിട്ടത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ആ വെല്ലുവിളികളുടെ ശേഷമായിട്ടാണ്, അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പിന്നീട് ആധുനിക തത്വചിന്ത രൂപപ്പെടുന്നത് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിലിലേക്ക് മടങ്ങി വന്നാൽ അരിസ്റ്റോട്ടിലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില പദാവലികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സബ്സ്റ്റാൻഷ്യൽ ഫോം, പ്രൈമറി സബ്സ്റ്റൻസ്, ഫോർ കോസസ്, ഓക്കെ, ഇതേപോലെ ചില കാര്യങ്ങളുണ്ട്. ഇത് വളരെ സിമ്പിളായ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ എല്ലാം ഒരു ഇൻവെൻ്ററി എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം എൻ്റെ മേശപ്പുറത്ത് ഇപ്പോൾ ഒരു കപ്പുണ്ട്, ലാപ്ടോപ്പുണ്ട്, മൊബൈലുണ്ട്, പേനയുണ്ട്, ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇൻവെൻ്ററി എടുത്താലും ഒരുപാട് സാധനങ്ങൾ പിന്നെയും ഉണ്ടാവും ബാക്കി, അല്ല. കാരണം എൻ്റെ മുന്നിലൊരു പുസ്തകമുണ്ട്, എന്നാൽ ആ പുസ്തകം മാത്രമല്ല, പുസ്തകത്തിന് പേജുകളുണ്ട്, ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിൻ്റെയും ഇൻവെൻ്ററിയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ മുമ്പിലൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന് പേജുകളുണ്ട്, ആ പേജുകളിൽ അക്ഷരങ്ങളുണ്ട്, അല്ലേ, അതിൽ വരികളുണ്ട്, പല കാര്യങ്ങളും നമുക്കതിൽ. എൻ്റെ മൊബൈലുണ്ട് എന്ന് പറയുന്ന പോലെ മൊബൈലിന് കറുത്ത നിറമാണ്, മൊബൈലിൽ ക്യാമറയുണ്ട്, അല്ലേ. അപ്പോൾ അതുപോലെ ഒരു മേശയുണ്ട്, മേശയുടെ കാലുകളുണ്ട്, അങ്ങനെ പല രീതികളും പലതും പറയാം. എന്നാൽ അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാറ്റഗറൈസേഷനാണ് ഒരു ഗ്രീക്ക് തത്വചിന്തയുടെ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാറ്റഗറി ചെയ്യുമ്പോൾ അരിസ്റ്റോട്ടിൽ ഏതാണ്ട് 10 കാറ്റഗറീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാണ് പ്രധാനപ്പെട്ടത്, അതായത് പ്രൈമറി കാറ്റഗറി അല്ലെ പ്രൈമറി സബ്സ്റ്റൻസ് എന്ന് അരിസ്റ്റോട്ടിൽ വിളിക്കുന്ന ഒന്ന്. അപ്പം മറ്റ് 9 കാറ്റഗറീസും അതിൻ്റെ സ്വഭാവങ്ങളാണ്, അതിൻ്റെ ഗുണങ്ങളാണ് എന്ന രീതിയിലാണ് അരിസ്റ്റോട്ടിൽ വർഗീകരിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിലൊരു ആപ്പിളുണ്ട് എങ്കിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെൻ്ററിയിൽ നമുക്ക് ആപ്പിൾ ഉൾപ്പെടുത്താം, ആപ്പിളിൻ്റെ നിറം ഉൾപ്പെടുത്താം, ചുവന്ന കളർ ഉൾപ്പെടുത്താം, അല്ലേ, അതിൻ്റെ മധുരം
എന്നത് ഉൾപ്പെടുത്താം. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താമെങ്കിൽ ഈ ആപ്പിൾ എന്ന് പറയുന്നതാണ് പ്രൈമറി സബ്സ്റ്റൻസ്, ബാക്കിയെല്ലാം അതിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളുമാണ് എന്ന അർത്ഥത്തിൽ. ചുവന്നത് ആപ്പിളാണ്. ചുവപ്പ് മാത്രമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ മധുരം മാത്രമായിട്ട് വേർതിരിക്കുക എന്നുള്ളതല്ല, അത് മാത്രമായിട്ട് നിൽക്കുന്നില്ല അല്ലേ. അതേപോലെ ചുവപ്പ് മാത്രമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതിനൊരു മെറ്റീരിയൽ വേണം. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല. ആപ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സബ്സ്റ്റൻസ് ആണ്, അതൊരു സബ്സ്റ്റാൻഷ്യൽ ഫോമാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറയും. അതായത് അതൊരു വസ്തുരൂപ യാഥാർത്ഥ്യം, സബ്സ്റ്റാൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ആ ഫോമിന് അതിൻ്റെ കമ്പൈൻഡ് അതിൻ്റെ പാർട്സ് വെച്ച് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചുവപ്പ് എന്നുള്ളൊരു സംഭവം മാത്രം എടുത്താൽ നമുക്ക് അതിൽ നിന്ന് ആപ്പിൾ എന്നുള്ളൊരു ഫോമിലെത്താൻ പറ്റില്ല. മധുരം എന്നുള്ളത് മാത്രം എടുത്താൽ നമുക്ക് ആപ്പിൾ എന്നുള്ള ഫോമിലെത്താൻ പറ്റില്ല. അതായത് ആപ്പിൾ എന്ന ഫോമിന് അതിൽ തന്നെ വ്യതിരിക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് അരിസ്റ്റോട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഇത് നമ്മൾ പറയുന്ന ആറ്റോമിസ്റ്റിക് ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമാണ്. ആറ്റമിസ്റ്റിക് ചിന്തകർ അത് ആറ്റമാണ് അടിസ്ഥാനം എന്ന് വിവരിക്കുന്നവർ എല്ലാം ആറ്റമുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വാദിച്ചു. ഈ ആറ്റങ്ങൾ വേർവിട്ട് പോകുന്നതോടെ ഇതില്ലാതാവുന്നു. ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ആപ്പിൾ ഉണ്ടാകുന്നു, മനുഷ്യനുണ്ടാകുന്നു, മൊബൈൽ ഉണ്ടാകുന്നു, എല്ലാ വസ്തുക്കളും ഈ രീതിയിൽ ആറ്റമിസ്റ്റിക് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് വാദിച്ച ആറ്റമിസ്റ്റിക് ചിന്തകർക്കെതിരിലായിട്ടാണ് ഇത്തരമൊരു വസ്തുരൂപ യാഥാർത്ഥ്യത്തിൻ്റെ ഈ ഒരു ഓരോ വസ്തുക്കളുടെയും യാഥാർത്ഥ്യത്തെ അതിൻ്റെ പാർട്സ് അത് കുറേ സംഭവങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നതെങ്കിലും അത് ചേരുന്നത് മാത്രമല്ലാതെ അതിനപ്പുറം അതിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചത്. സമാനമായിട്ടുള്ള പ്ലാറ്റോ അരിസ്റ്റോട്ടിന് മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. യഥാർത്ഥത്തിൽ പ്ലാറ്റോയുടെ ശിഷ്യനാണ്. പ്ലാറ്റോ ഐഡിയൽ ഫോംസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഈ പറയുന്ന ഫോംസ് എല്ലാം തന്നെ എല്ലാ വസ്തുക്കൾക്കും, ഇപ്പോൾ ആപ്പിൾ എടുത്താൽ തന്നെ ആപ്പിളിൻ്റെ ഒരു ഫോം ഒരു ഒരു ഭൗതികാതീതമായൊരു ലോകത്ത് നിലനിൽക്കുന്നു എന്ന് പ്ലാറ്റോ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറം അരിസ്റ്റോട്ടിൽ പറഞ്ഞത് അങ്ങനെയല്ല. ഈ ഫോം ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ മെറ്റീരിയൽ ഇറ്റ് സെൽഫ്. അത് ആപ്പിളിൽ തന്നെയാണ് ആപ്പിളിൻ്റെ ഫോമുള്ളത്. അപ്പോൾ എല്ലാ വസ്തുവും ഒരു ഫോമും മെറ്റീരിയലും ചേർന്നാണ് ഉണ്ടാകുന്നത് എന്ന ഒരു പദാർത്ഥവും ഫോമും കൂടി ചേരുമ്പോഴാണ് ഏതൊരു വസ്തുവും ഉണ്ടാകുന്നത് എന്നൊരു ആശയം അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചു. മറ്റൊരു അരിസ്റ്റോട്ടിൻ്റെ നമ്മളിപ്പോൾ എന്താണ് വസ്തുരൂപ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി, എന്താണ് പ്രൈമറി സബ്സ്റ്റൻസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ മറ്റൊരു അരിസ്റ്റോട്ടിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് 4 causes എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽ കോസ്, 4 തരം കാര്യകാരണങ്ങളെക്കുറിച്ച്, കോസസിനെക്കുറിച്ച് 4 കോസസിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. മെറ്റീരിയൽ കോസ്, എഫിഷ്യൻറ്റ് കോസ്, ഫോർമൽ കോസ് ആൻഡ് ഫൈനൽ കോസ്. മെറ്റീരിയൽ കോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കപ്പോ ആപ്പിള് അല്ലെങ്കിൽ ഒരു കപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കപ്പിൻ്റെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പാവാം, അല്ലെങ്കിൽ ഒരു തടി കൊണ്ടുണ്ടാക്കിയ കപ്പാവാം. അപ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ മെറ്റീരിയൽ കോസ് എന്ന് പറയുന്നത്. അതേപോലെ അത് ആരുണ്ടാക്കി, ഇപ്പോൾ ഇത് ഒരാൾ തടിയിൽ കൊത്തിയെടുത്തതാണോ അല്ലെങ്കിൽ അപ്പോൾ ആരാണോ അത് ഉണ്ടാക്കിയത്, അതാണ് അതിൻ്റെ എഫിഷ്യൻറ്റ് കോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വസ്തു കപ്പാവണമെങ്കിൽ അത് സവിശേഷമായ രൂപത്തിലായിരിക്കണം, അല്ലെ ഒരു വസ്തു ആപ്പിളാവണമെങ്കിൽ നമ്മൾ സവിശേഷമായ രൂപമായിരിക്കണം. അപ്പോൾ ആ ഒരു രൂപത്തെ സംബന്ധിക്കുന്ന ആ ഒരു കോസിനെയാണ് ഫോർമൽ കോസ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതിനെല്ലാം അപ്പുറം ഫൈനൽ കോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അതായത് എന്തിനാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും കുടിക്കാൻ, വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെയാണ് കപ്പ് ഉണ്ടാവുന്നത്. അതാണ് കപ്പിൻ്റെ ലക്ഷ്യം. ഇപ്പം എന്തിനു വേണ്ടിയാണ് കപ്പ് സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കപ്പിൻ്റെ ഫൈനൽ കോസ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഉള്ള 4 കോസുകളെക്കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതെല്ലാ വസ്തുക്കൾക്കും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്, മനുഷ്യർക്കുൾപ്പെടെ. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ തിയോളജിയും തത്വചിന്തയും തമ്മിൽ സംയോജിപ്പിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിനും എല്ലാം തന്നെ ഇത്തരത്തിൽ ഫൈനൽ കോസ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സമാനമായിട്ട് ടോളമിയുടെ ഒരു കോസ്മോളജിയും ഇതിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ടോളമിക് കോസ്മോളജിയുടെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ഭൂമി
മധ്യത്തിലും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന പല സർക്കിൾസായിട്ട് കോൺസെൻട്രിക് സ്പിയേഴ്സായിട്ട് കറങ്ങുന്ന ആകാശഗോളങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രപഞ്ച മാതൃകയാണ് ടോളമി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള പ്രപഞ്ചമാണ്. അതിൻ്റെ അതിരുകൾ ഒരുപക്ഷെ എന്നാണ്. ഏറ്റവും ഔട്ടറായിട്ടുള്ള ഒരു സ്പിയർ ഉണ്ട്, അതിൽ നക്ഷത്രങ്ങൾ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ടോളമി മുന്നോട്ട് വെച്ച മാതൃക. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള, പിന്നെ അതിൽ തന്നെ ഭൂമിയാണ് ഏറ്റവും മധ്യത്തിലുള്ളത്. പക്ഷേ ഭൂമിയാണ് ഏറ്റവും മധ്യത്തിലെങ്കിലും ഭൂമി ഭൗതികമായൊരിടമാണ്. അത് ഒരു ചന്ദ്രൻ്റെ ഒരു ഗോളത്തിനപ്പുറത്തേക്കുള്ളതെല്ലാം ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവാതെ നിലനിൽക്കുന്നു എന്നാണ് പുരാതന കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത്. കാരണം അവർ ആകാശത്തേക്ക് നോക്കുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ആകാശത്തിന് യാതൊരു മാറ്റവുമില്ല എല്ലാ കാലഘട്ടത്തിലും. അപ്പോൾ ഒരുപാട് പൂർവ്വകാലത്തെ തലമുറകളിൽ നിന്ന് അവർക്ക് കിട്ടിയ രേഖകളനുസരിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിനോ എന്തെങ്കിലും ഒന്നിന് ആകാശത്ത് മാറ്റമില്ല. അപ്പോൾ ആകാശത്തുള്ളതെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നു. അതേസമയം ചന്ദ്രബിംബത്തിന് താഴെ ഭൂമിയിലുള്ളതെല്ലാം സദാ മാറിക്കൊണ്ടിരിക്കുകയും നശിച്ചുകൊണ്ടിരിക്കുകയും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ ആ ഒരു രീതിയിൽ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടെന്ന് പൊതുവിൽ ജനങ്ങൾ പുലർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഈ ചന്ദ്രബിംബത്തിന് മണ്ഡലത്തിന് താഴെയുള്ള വസ്തുക്കളെല്ലാം തന്നെ നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അവ എർത്ത്, ഫയർ, വാട്ടർ, എയർ എന്നിങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവ നിരന്തരമായ മാറ്റങ്ങൾക്കെന്നും വിധേയമായിക്കൊണ്ടിരിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. എന്നാൽ ചന്ദ്രമണ്ഡലത്തിന് മുകളിലുള്ള ലോകം ഇതർ എന്നുള്ള സവിശേഷമായ ഒരു വസ്തു കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്നും അതിന് ഒരിക്കലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുമൊക്കെ ആണ് ആളുകൾ പൊതുവിൽ കരുതിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അരിസ്റ്റോട്ടലിൻ്റെ സവിശേഷമായ തത്വചിന്ത, അതിനെ ടോളമിക് കോസ്മോളജിയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് പിന്നീട് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അതൊരു വിഭാജ്യ ഭാഗമായി മാറുകയും ചെയ്തു എന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ശാസ്ത്രീയ വിപ്ലവത്തോടെ ഇത്തരത്തിലുള്ള പല കാഴ്ചപ്പാടുകളും വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമായിട്ടും കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിലുള്ളത്, മറിച്ച് സൂര്യനാണ്, സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമാണ് എർത്ത്, അതായത് ഭൂമി എന്ന ഒരു വാദം. അതിന് അടിസ്ഥാനമാക്കിയത് എങ്ങനെയാണ് അദ്ദേഹം ആ നിഗമനത്തിലേക്ക് എത്തിയത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി കൂടുതലായി വിശദമായി വിശദീകരിക്കുന്നുണ്ട്, ഏതേത് നിലകളിലാണ്. കാരണം അന്ന് സവിശേഷമായ യാതൊരു ഭൗതിക എംപിരിക്കലായിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ലാതിരിക്കെ കോപ്പർനിക്കസ് എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു, അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന്, നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിക്കുക ഭൂമി മധ്യത്തിലുള്ള ഒന്നാണെന്നും ഉറപ്പുള്ള ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല എന്നത് പറയണമെങ്കിൽ സവിശേഷമായ എന്തെങ്കിലും ഒരു എംപിരിക്കലായിട്ടുള്ള ഒരു എവിഡൻസ് വേണം. അന്ന് ആകാശഗോളങ്ങളെ നോക്കാൻ പറ്റുന്ന ടെലസ്കോപ്പ് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കോപ്പർനിക്കസ് അങ്ങനെ പറഞ്ഞു എന്നത് സവിശേഷമായി മറ്റൊരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു കോപ്പർനിക്കസ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്നുള്ള ഒരു ധാരണയെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നു. പിന്നീട് നമുക്കറിയാം, ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ പ്രമുഖരായ പല ശാസ്ത്രജ്ഞന്മാരും ഫിലോസഫേഴ്സും, ഇവരെയൊക്കെ നമുക്ക് ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. കാരണം ശാസ്ത്രം, സയൻറ്റിസ്റ്റ് എന്നുള്ളൊരു പദം തന്നെ 19th സെഞ്ച്വറിയിൽ രൂപപ്പെട്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകളെല്ലാം തന്നെ നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നീട് നമുക്കറിയാം, അന്ന് ആളാണ് ഗലീലിയോ ഒരുപാട് ഈ ചലനങ്ങളെ സംബന്ധിക്കുന്ന പല പുതിയ രീതികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി.
അതായത് ഒരു വസ്തുവിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ലോക്കോ മോഷൻ, അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതിന് നേച്ചറുമായിട്ട് വലിയ ബന്ധമില്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഗലീലിയോ മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പരിണിതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രൈമറി സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, 4 കോസസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഫൈനൽ കോസൊന്നും ഒരിക്കലും ആവശ്യമില്ലാത്ത ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടുകൾ, ഈ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ, മോഷനെക്കുറിച്ചുള്ള ഗലീലിയോ മുന്നോട്ട് വെച്ച അടിസ്ഥാനത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഇത്തരം 4 കോസസിൻ്റെ പല രീതികളെയും വെല്ലുവിളിക്കുകയുണ്ടായി. പിന്നീട് ന്യൂട്ടൺ വന്നു. ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ അതും നേരത്തെ പറഞ്ഞാൽ നമുക്കറിയാം, ഈ കോസ്മോളജിയെ, അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകളെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുകയാണ്. കാരണം യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്ന ലോകം പ്രപഞ്ചത്തിലെ എല്ലായിടത്തും നമുക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണ് എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. അതെ. അപ്പോൾ നേരത്തെ നമ്മൾ വിശ്വസിച്ചിരുന്നത്, നേരത്തെ ആധുനിക പൂർവ്വകാലത്ത് അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മനുഷ്യൻ പ്രധാനപ്പെട്ട അവരുടെ അറിവ് എന്ന് പറയുന്നത്, നാം നേരത്തെ പറഞ്ഞു, ചന്ദ്രമണ്ഡലത്തിന് മേലെയുള്ളതെല്ലാം ഇതർ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു ലോകമാണ് ചന്ദ്രമണ്ഡലത്തിന് മീതെയും കീഴെയുമുള്ളത്. ചന്ദ്രമണ്ഡലവും ഭൂമിയുമെല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനപ്പുറമുള്ള ലോകമെല്ലാം ഒരിക്കലും മാറാത്ത ഇതർ എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ടാണ് നിർമ്മിച്ചത്. രണ്ടും 2 വ്യത്യസ്തമായ ലോകങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതും വെല്ലുവിളിക്കപ്പെടുകയാണ്. കാരണം എല്ലായിടത്തും, ഭൂമി മാത്രമല്ല, ചന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറമുള്ള എല്ലാ ഗ്രഹങ്ങളിലും പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും സവിശേഷമായ സെയിം ലോസ് തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള ന്യൂട്ടൻ്റെ കാഴ്ചപ്പാട് വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയ വിപ്ലവം ഇങ്ങനെ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ധാരണകളെ, അല്ലെ, തത്വചിന്തയുടെ ധാരണകളെ. അപ്പോൾ തത്വചിന്ത എന്ന് പറയുമ്പോൾ നാം പറയുന്നത് ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത് തത്വചിന്തയുടെ കീഴിൽ തന്നെയാണ്. നാച്ചുറൽ ഫിലോസഫി എന്ന തലക്കെട്ടിലാണ് ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അങ്ങനെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന നിലനിൽക്കുന്ന ഒരുപാട് ധാരണകൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ, ആ ധാരണകൾ അവ പലതും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മളെ അറിവ്, അതുപോലെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, പ്രൈമറി സബ്സ്റ്റൻസ് തന്നെ, പിന്നെ ഞാൻ പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ ഫോം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ അറ്റോമിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് സവിശേഷമായി സ്വാധീനം നേടുകയും, അങ്ങനെ പ്രൈമറി ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് ഒരുപാട് പേര് ചിന്തിച്ചു തുടങ്ങുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ആധുനിക തത്വചിന്ത എന്ന് പറയുന്നത് തത്വചിന്ത, അല്ലെങ്കിൽ ആ ഒരു തത്വചിന്ത രൂപപ്പെടുന്നത്. കാരണം തത്വചിന്ത തന്നെ ഞാൻ പറഞ്ഞ അരിസ്റ്റോട്ടിൽ വെല്ലുവിളിക്കപ്പെടുകയാണ്, പുതിയ ശാസ്ത്രം ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ശാസ്ത്രം എങ്ങനെയാണ് സവിശേഷമായി അന്നത്തെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള മനുഷ്യ സങ്കല്പങ്ങൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇനി മൊറാലിറ്റി, എത്തിക്സ്, ഇതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു അരിസ്റ്റോട്ടലിയൻ തത്വചിന്തയുടെ ഫ്രെയിം വർക്കിലൂടെയാണ് പൊതുവിൽ വിജ്ഞാനീയരായ മനുഷ്യരെല്ലാം, അല്ലെങ്കിൽ ഗ്രീക്ക് തത്വചിന്തയിലൂടെ രൂപപ്പെട്ട ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് ഈ പടിഞ്ഞാറൻ യൂറോപ്പിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു തത്വചിന്ത തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാച്ചുറൽ ഫിലോസഫിയിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ചോദ്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു പുതിയ ശാസ്ത്രം ആത്മാവിനെ, സ്വാതന്ത്ര്യത്തെ, നൈതികതയൊക്കെ എങ്ങനെ കാണുന്നു എന്നൊരു ചോദ്യം, അതിനെ പുതിയൊരു ഫ്രെയിം വർക്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിക്കൊണ്ടാണ് ഒരു പുതിയ തത്വചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ് ഒരുപക്ഷെ ആധുനിക തത്വചിന്ത എന്ന് പറയുന്ന തത്വചിന്ത രൂപപ്പെട്ടു തുടങ്ങുന്നത് എന്ന് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ നാം തുടങ്ങേണ്ടത് ഡെക്കാർത്ത് എന്നൊരു തത്വചിന്തകനിലാണ്. ആധുനിക തത്വചിന്തയുടെ പിതാവ് എന്ന് ഒരുപക്ഷെ അറിയപ്പെടുന്ന വ്യക്തിയാണ് റെനെ ഡെക്കാർത്ത്. നമുക്ക് ഡെക്കാർത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത അധ്യായത്തിൽ. നന്ദി.